പാലക്കാട് കരിമ്പ പരയമ്പാടത്ത് ലോറി ഇടിച്ചു കയറി 4 സ്കൂൾ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരികയാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത നാട്ടുകാർ ഇപ്പോൾ ഉപരോധിക്കുകയാണ്. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും എത്തണമെന്ന് നാട്ടുകാരുടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കോട്ടത്തിൽ സംഭവ സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് കരിമ്പ പഞ്ചായത്തിലെ പരയമ്പാടത്ത് സ്ഥിരമായി അപകടം ഉണ്ടാകുന്നുവെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഇതുവരെ ഏകദേശം 55 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. 7 മരണവും 65 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോങ്ങാട് MLA കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ 2022 ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയതുമാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ കാര്യമാണ് അപകടത്തിന് കാരണമാണെന്നുള്ളത് വ്യക്തമാണ്. 2021 വിഷുവിന് ഇവിടെ 2 പേർ മരിച്ചിരുന്നു. മഴ പെയ്തതിനാൽ ഇവിടുത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത്. അപകടം സ്ഥിരമായപ്പോൾ ഈ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ ഇർഫാന, മിത, ദിയ, ആയിഷ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു അവർ. 3 കുട്ടികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും 1 കുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിലുമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. തച്ചാമ്പാറയിലെയും മണ്ണാർക്കാട്ടെയും ആശുപത്രികളാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നത്. കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. നാട്ടുകാരാണ് ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ ആദ്യം രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് പോലീസും സ്ഥലത്തെത്തി. നിയന്ത്രണം വിട്ടെത്തിയ ലോറി വിദ്യാർത്ഥികൾക്ക് നേരെ പാഞ്ഞു കയറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സിമന്റ് കയറ്റി വന്ന ലോറിയാണ് സ്കൂൾ ബസ്സുമായി കൂട്ടിയിടിച്ചത്. റോഡിൽ നിന്നും ലോറി നീക്കം ചെയ്ത് മണ്ണാർക്കാട് പരയമ്പാടത്തെ അപകടത്തിൽ മരിച്ച 4 കുട്ടികളെ ഖബറടക്കം ചെയ്തു കഴിഞ്ഞു. പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 6 മണിയോടെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു. രാവിലെ 8:30 തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു. 10:30 ശേഷമായിരുന്നു ഖബറടക്കം. പരീക്ഷ എഴുതി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ലോറി ദേഹത്തേക്ക് മറിയുകയായിരുന്നു. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൽ സലാമിന്റെയും ഫാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, പെട്ടതൊടി അബ്ദുൾ റഫീഖിന്റെയും ജസീനയുടെ മകൾ റിദ ഫാത്തിമ, കാവളയെങ്കിൽ സലീമിന്റെയും നബീസയുടെ മകൾ ദിയ ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ സജ്നയുടെ മകൾ AS ആയിഷ എന്നിവർ മരിച്ചത്. ഇവരുടെ സഹപാഠി അജ്ന ഷെറിൻ സമീപത്തെ ചെറിയ കുഴിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അതിനാൽ തന്നെ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇന്നലെ വൈകിട്ട് 3:40 അപകടം. 1/2 കിലോമീറ്ററിനുള്ളിലായിരുന്നു ഇവരുടെ വീടുകളെല്ലാം. പാലക്കാട് നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമന്റ് കയറ്റിപ്പോയ ലോറി എതിർദിശയിൽ വന്ന ലോറിയുടെ പിൻഭാഗത്ത് ഇടിച്ച് ഇടതുവശത്തേക്ക് പാഞ്ഞു കയറി വിദ്യാർത്ഥികളുടെ ദേഹത്ത് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ സിമന്റ് പൊടി പാറിയതിനാൽ കുറച്ച് നേരത്തേക്ക് ഒന്നും വ്യക്തമായിരുന്നില്ല. പിന്നീട് മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ച് സിമന്റ് ലോഡ് മാറ്റി ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാൻ സാധിച്ചത്. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ലോറി മാറ്റി കൂടുതൽ പേർ അടിയിലില്ലെന്ന് ഉറപ്പാക്കി. 5 പേരും പതിവായി ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയത്. അതിനകത്ത് 4 പേർ ഇപ്പോൾ ഇല്ല. സ്കൂൾ സമയത്ത് ഇതുപോലെയുള്ള വലിയ വാഹനങ്ങൾ നിരത്തിലൂടെ അപകടകരമായ സാഹചര്യത്തിൽ ഓടുന്നത് അല്ലെങ്കിൽ ഓടിക്കുന്നതും നിയമവിരുദ്ധമാക്കിയ കാര്യമെല്ലാം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. എന്നാൽ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ഏകദേശം 4 മണിയോടെ ഇത്തരത്തിലുള്ള വലിയ വണ്ടികൾ നിരത്തിലിറങ്ങിയതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. സർക്കാർ നിയമങ്ങളിൽ ഈ ഒരു സമയത്ത് വലിയ വാഹനങ്ങൾ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത് നിയമവിരുദ്ധമാക്കേണ്ട ആവശ്യം അത്യാവശ്യമായിരുന്നു. ആ ഒരു നിയമം കേരളത്തിൽ പ്രാബല്യമാണ്. എന്നാൽ അത് എത്രത്തോളം ആളുകൾ പാലിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ സർക്കാർ ഇതിനെല്ലാം കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചുവെന്നെങ്കിൽ ഈ കുട്ടികളുടെ ജീവൻ ഇന്ന് നിലനിൽക്കുമായിരുന്നു. സ്കൂൾ സമയത്ത് വലിയ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് നിയമവിരുദ്ധമാക്കിയതിനു ശേഷവും ഇത്തരത്തിൽ ഒരു വാഹനം മൂലം 4 കുട്ടികളുടെ ജീവൻ ഇല്ലായതിന്റെ കാരണവും സർക്കാരിന്റെ നെറുകെട്ട ഭരണം തന്നെയാണ്. പാവം കുട്ടികളുടെ സ്വപ്നങ്ങളും ജീവിതവും ഇല്ലാതാക്കിയതിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയുണ്ട്.